കയ്യിൽ നിന്ന് പൈസ പോകും ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിൽ? അത് ചിലതൊക്കെ അങ്ങനെ പോകും. അത് പിന്നെ ഇതില് നമ്മളൊരു സംഗതി അല്ലെങ്കിൽ ഒരു സംഗതി ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ഡെലിവറി നമുക്ക് കൊറിയർ വരുമ്പോൾ അല്പം കൊറിയറിന്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ചിലപ്പം സാലറിയിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ആരെങ്കിലും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഏൽപ്പിച്ചത് ഉണ്ടെങ്കിൽ തന്നെ, പക്ഷെ ചില ആളുകൾ ഏൽപ്പിക്കണ പൈസകളുണ്ടാവും. അല്ലെങ്കിൽ എന്ന സംഗതിക്ക് ഇജ്ജ് ചെയ്യണ ഇതിക്ക് ചെയ്തോന്നുള്ളത് ഓര് ചിലപ്പോൾ ആ വീഡിയോ കാത്തിരിക്കണവരുണ്ടാവും ചിലവർ. ഞാൻ കൊടുത്ത പൈസ ആയിട്ട് ഏത് ഇതാ ചെയ്തതെന്ന് അപ്പൊ നിങ്ങൾ ഈ ചെലവിലേക്കൊന്നും അത് എടുക്കാൻ പറ്റൂല നമുക്ക്. കാരണം അവര് നാളെ ഇതിന് ചോദിച്ചാല് ഇതിന് കൊടുത്തെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ നാളെ ഈ ചാരിറ്റി എന്ന് പറഞ്ഞാല് സുതാര്യമായിട്ടും ഇതിനെ തൊട്ടാ പൊള്ളുന്ന ഒരു സാധനമാണ്. ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇതിനെ കൈകാര്യം ചെയ്യണ മാതിരി ചെയ്തില്ലെങ്കിൽ അടുക്കണ കിണ്ടിയും വെള്ളം പോയി പോത്തുന്ന എല്ലാം കണ്ടത്തേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എത്ര വെളുപ്പിച്ചിട്ടും കാര്യമില്ല. ഒരിക്കൽ നെഗറ്റീവ് അടിച്ചോ പിന്നെ ഫുൾ. നമ്മുടെ മുമ്പിൽ ഒരുപാട് പേരെ ഉദാഹരണമുണ്ട്, പേരെടുത്ത് പറയണ്ട, പക്ഷെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതിന് തനിക്കാക്കി വടക്കാക്കി എനിക്കാക്കി എന്ന് പറഞ്ഞ ടീമുകളും ഉണ്ട്. അതായത് ഇതിന് കിട്ടിയ നമ്മളിപ്പോ സത്യത്തിൽ പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. ഈ ചാരിറ്റി ചെയ്താൽ എന്താണ് ഇവർക്ക് ലാഭം, ഇവർക്ക് എന്താണ് ലാഭം എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കലില്ല. ഞാനും ഇതിക്ക് ഇറങ്ങണതിന് മുന്നേ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, ഈ ഇപ്പൊ പല ആളുകളും നമ്മളോടുള്ള വിശ്വാസത കൊണ്ട് നമ്മൾ ഡയറക്റ്റ് പൈസ ഏൽപ്പിക്കും. നിങ്ങൾ കൊടുത്താളി തന്നെ, നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുത്താളി, നിങ്ങൾ ഇതാക്കിക്കാളി. അത് ചിലരെന്ത് ചെയ്യും, കുറച്ച് കൊടുക്കും, കുറച്ച് പാത്രം. അതാണ് ഇതിന്റെ ലാഭം ഞാൻ കണ്ടുകൊടുത്തോളാം. അല്ലാതെ ഇപ്പൊ എനിക്കിപ്പോ ₹1 ഞാൻ കിട്ടുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന എന്റെ ശമ്പളം എന്നല്ലാതെ ഞാൻ ₹1 എനിക്ക് ഒരാൾ കൊടുന്ന് ഇജ്ജ് എടുത്തോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എത്താൻ കാരണം എന്താരോ, ഇവിടെ ചങ്ക് നമ്മളെ താമരശ്ശേരിയുള്ള ഒരു ചങ്ക് എന്റെ വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ജിഞ്ചിനാക്കിനി ആയി പോയി. അങ്ങനെ അത് പോയിട്ട് ഇഞ്ചൻ ഞാൻ ഇപ്പൊ 4000 ചില ദിറംസ് കൊടുത്ത് ശരിയാക്കിയിട്ട് അപ്പൊ ഗിയർ ചേഞ്ചിങ് സ്ലിപ്പ് അത് ഇങ്ങോട്ട് ആവണില്ല. അപ്പോ ഇപ്പൊ ഈ ഇഞ്ചൻ മാറ്റി അവർക്ക് ഈ ഗിയറിന്റെ പണി അറിയില്ല. അപ്പൊ ഒരു ഫസ്റ്റിലൊക്കെ ഇഞ്ചൻ മാറ്റിയപ്പോ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പൊ അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം 4-5 പ്രാവശ്യം ഇഞ്ച് ഇറക്കി കയറ്റി ആകെ ജിഞ്ചിനാക്കിനിയായി. അങ്ങനെ ആ താമരശ്ശേരിക്കാരൻ ചങ്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഇഞ്ചിങ്ങോട്ട് കൊണ്ടുവരേ നമുക്ക് ആക്കെ നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ വണ്ടി ചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ മൂപ്പരാള് മൂപ്പരാണ് കുറച്ച് നേരത്തെ തന്നെ വിളിച്ചത് ജിഞ്ചിനാക്കിനെ ആക്കാം 12 മണിക്ക് തീരുന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് ഇതിങ്ങനെ ചെയ്തു കൊടുക്കണ്ടെങ്കിലും പൈസ പ്രതീക്ഷിക്കണില്ലെങ്കിലും ആരെങ്കിലൊക്കെ പഠിച്ചോന് മാലാകന്റെ മാതിരി കൊടുത്തിട്ട് നമ്മളതാക്കും കാര്യങ്ങൾ. ഇപ്പൊ ഇന്റെ ഇഞ്ചൻ പോയ നേരത്ത് ഇന്റെ അടുത്ത് 4000 ദിറംസ് എന്റെ കൈക്കില്ല അന്ന്. സത്യം പറഞ്ഞല്ലേ, ഓപ്പണായിട്ട് നമ്മളെ ശമ്പളം പറയാൻ പാടില്ലാന്നോ, പക്ഷെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ 2000 ദിറംസ് എന്റെ സാലറി ഇട്ടുണ്ടായിന്. 2000 ദിറംസ് മാലാകന്റെ മാതിരി ഒരാൾ കൊടുന്നെന്ന്. അതന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ്. അങ്ങനെ ചാടി നമ്മളെ കാര്യങ്ങൾ നടന്നു പോകും. നമ്മളിനിയിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളെ കാര്യം നമ്മക്കായിട്ട് നമുക്ക് പഠിച്ചാൽ എന്തെങ്കിലും ഏകീകരണം ആരെക്കൊണ്ട് അത് തടയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇതിലെന്താണ് ലാഭം എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾക്കിപ്പം വീഡിയോ ചെയ്തിട്ട് വരുമാനം വരുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നില്ല. എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ. ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഫേസ്ബുക്കിൽ തന്നെ 4 ലക്ഷത്തി എത്ര ആൾക്കാരുണ്ട്. ഇതുവരെ അതെവിടെ നിൽക്കുക, അത് കേടെടുത്തണ്ട വിചാരിച്ചിട്ട് മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോ ഫേസ്ബുക്കും കൂടി പോണതുകൊണ്ട് ഇതാക്കാം. പിന്നെ പല ആൾക്കാർ റിപ്പോർട്ട് അടിച്ചിട്ട് അതിന്റെ മെസ്സഞ്ചറിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കത് കിട്ടൂല. അത് ഓണാക്കാൻ അതിനെന്താ പാസ്വേഡ് അങ്ങോട്ട് ആയിട്ട് ആകെ ജിഞ്ചിനാക്കി കിടക്കുക. അപ്പൊ ഇൻസ്റ്റാഗ്രാമില് വോയിസ് ആയിട്ട് അയച്ചവർക്ക് റീപ്ലൈ കിട്ടും. അവർക്ക് എനിക്ക് പറ്റണതാണെങ്കിൽ ഞാൻ റീപ്ലൈ കൊടുക്കും, അവർക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇതിനെല്ലാം സമയം ഇടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു ഈസിയായി. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത് മെനക്കെടാൻ തോന്നിയാൽ മെനക്കെടന്നെ. കാരണം ഇവർക്ക് മറുപടി കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഇതാക്കി കൊണ്ടുവരാൻ പണി തന്നെ. പിന്നെ അതിലിടക്ക് ജോലി എവറി ടൈം പണിയാണ് നമുക്ക്. എപ്പോഴാ വെള്ളം ലീക്ക് ആവുക, എപ്പോഴാ കറണ്ട് പോവുക, എപ്പോഴാ സ്പീക്കർ കേടുവരാന്ന് അറിയില്ല. കാരണം ഇപ്പൊ ഇതിന്റെ ഒക്കെ മെക്കാനിക്സ് എപ്പോഴാ അത് വർക്കിംഗ് നിൽക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ പള്ളിക്ക് ഖുർആൻ ഓതുന്ന ഈ മൈക്കായാലും ഒക്കെ എപ്പോഴും കേട് വരും. എപ്പോഴും ഇത് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. ചിലപ്പോൾ ഇങ്ങോട്ട് അടിക്കും, സുജൂക്ക് പോകുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇതിലിടക്ക് ശരിയാക്കും. ആ ഫോണിലിടക്ക് ആദ്യം എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ ഫോണിൽ. അപ്പം ഭയങ്കര റിസ്ക് ആയിരുന്നു. ഇപ്പൊ ഞാൻ 2GB ചെയ്യൽ തുടങ്ങി. അതിന് 60 ദിറംസ് നമ്മള് ചെലവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഞാനിപ്പോ ഈ യാത്രയിൽ എനിക്കൊപ്പം ഡ്രൈവർ ചങ്കുണ്ട്. മൂപ്പരാള് ഒപ്പം പോകുമ്പോ ആ പോണ യാത്രയിൽ ഇതൊന്ന് തുറക്കും, നോക്കും, അതിലേതെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കും. കേട്ടിട്ട് നമ്മൾ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം
ഇത് അവർക്ക് ചെയ്തു കൊടുക്കണം, അനിവാര്യമാണ്. നിങ്ങൾക്കൊരു കാരണം ഇത് കിട്ടും. ഭക്ഷണ സാധനം ചോദിക്കണവൻ എന്തായാലും കളവ് പറയില്ല. ഉം. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു തരും. പൈസ തരുന്നവരെ നമ്മൾ പിന്നെ കുറച്ച് വാർഡ് മെമ്പറോട് ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള കമ്മിറ്റിനോട് ചോദിച്ച് അത് ഇതാക്കി അങ്ങനെ കുറച്ച് വലിയ പ്രൊസീജിയറാണ്. നേരെ മറിച്ച് ഒരു സാധനം ചോദിക്കണം, ഭക്ഷണം തരുമോ, അരി മേടിച്ചു തരുമോ എന്ന് ചോദിക്കണം, പിന്നെ അവിടെ ചോദ്യമില്ല. ദൂസറ വർത്താനം മാഫിയാണ്. അപ്പൊക്കെ സൂപ്പർ മാർക്കറ്റിന്റെ നമ്പർ മേടിക്കുക, ജിഞ്ചിനാക്കിനെ ആക്കി കൊടുക്കുക. നേരിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പൈസ